പാകിസ്ഥാൻ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിലെ രാഷ്ട്രീയ അന്തരീക്ഷം മുൻപെങ്ങുമില്ലാത്ത വിധം കലുഷിതമായിരിക്കുകയാണ്. ഒരു വശത്ത് ഭരണകൂടത്തിന്റെ സാമ്പത്തിക ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ മാസങ്ങളായി തെരുവിലിറങ്ങി പോരാടുന്ന ജനങ്ങൾ, മറുവശത്ത് അവരെ അടിച്ചമർത്താൻ തോക്കുകളും കലാപവിരുദ്ധ ഉപകരണങ്ങളുമായി അണിനിരക്കുന്ന പതിനായിരക്കണക്കിന് പോലീസുകാർ. ഈ കടുത്ത സംഘർഷഭരിതമായ പശ്ചാത്തലത്തിലാണ് പാക് അധിനിവേശ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനങ്ങളുടെ അമർഷവും സാമ്പത്തിക ഞെരുക്കവും രക്തച്ചൊരിച്ചിലിന് വഴിവെച്ച ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന ഈ വോട്ടെടുപ്പ് കേവലം ഒരു ജനാധിപത്യ പ്രക്രിയ എന്നതിനേക്കാൾ ഇസ്ലാമാബാദിന്റെ ഭരണകൂട തന്ത്രങ്ങളുടെയും പ്രാദേശിക ജനങ്ങളുടെ പ്രതിരോധത്തിന്റെയും വലിയൊരു പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ്. പാക് അധിനിവേശ കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച പട്ടിക പ്രകാരം ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള തീയതികളിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ വോട്ടെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ആകെ 53 സീറ്റുകളുള്ള നിയമസഭയിൽ 45 സീറ്റുകളിലേക്ക് നേരിട്ടാണ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള 8 സീറ്റുകൾ വനിതകൾ, സാങ്കേതിക വിദഗ്ധർ, അതുപോലെ മതപണ്ഡിതന്മാർ എന്നിവയ്ക്കായി സംവരണം ചെയ്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ജൂലൈ 27-ന് മിർപൂർ ഡിവിഷനിലെ 13 മണ്ഡലങ്ങളിലാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 2-ന് മുസാഫറാബാദ് ഡിവിഷനിലെ 9 മണ്ഡലങ്ങളിലും അഭയാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന 12 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. ഓഗസ്റ്റ് 10-ന് പുഞ്ച് ഡിവിഷനിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പോടെയാണ് ഈ പ്രക്രിയ അവസാനിക്കുക. എന്നാൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമല്ല പ്രദേശത്തുള്ളത്. വൻതോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതോടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും മാത്രം 14,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 30% പേർ അത്യാധുനിക മാരകായുധങ്ങൾ ഏന്തിയവരാണ്. ബാക്കി 70% ഉദ്യോഗസ്ഥർ വിപുലമായ കലാപവിരുദ്ധ ഉപകരണങ്ങളുമായി തെരുവുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സുരക്ഷ എന്ന പേരിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഈ കൂറ്റൻ സേനാ വിഭാഗം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സ്വതന്ത്രമായ ശബ്ദത്തെ ഭയപ്പെടുത്തി നിശബ്ദമാക്കാനുള്ള ഇസ്ലാമാബാദിന്റെ കവചിത നീക്കമാണെന്ന വിമർശനം ശക്തമാണ്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി പാക് അധിനിവേശ കാശ്മീരിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങളാണ്. പ്രാദേശികമായി അനുഭവിച്ചു വരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, സബ്സിഡികൾ വെട്ടിക്കുറച്ച നടപടികൾ, വൈദ്യുതി നിരക്കിലുണ്ടായ അന്യായമായ വർധനവ് എന്നിവയ്ക്കെതിരെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വലിയൊരു രാഷ്ട്രീയ മാനം കൈവന്നു. നിയമസഭയിൽ കുടിയേറ്റക്കാർക്കായി മാറ്റിവെച്ചിരിക്കുന്ന 12 അഭയാർത്ഥി സീറ്റുകൾ പൂർണ്ണമായി നിർത്തലാക്കണമെന്ന പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം ഇസ്ലാമാബാദിനെ ഞെട്ടിക്കുന്നതായിരുന്നു. 1947-ലെ വിഭജനത്തിനു ശേഷം പാകിസ്ഥാന്റെ വിവിധ നഗരങ്ങളിൽ കുടിയേറിപ്പാർത്ത കാശ്മീരി അഭയാർത്ഥികൾക്കായാണ് ഈ 12 സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെ വോട്ടർമാർ യഥാർത്ഥത്തിൽ പാക് അധിനിവേശ കാശ്മീരിലല്ല, മറിച്ച് കറാച്ചി, റാവൽപിണ്ടി, ലാഹോർ തുടങ്ങിയ പാകിസ്ഥാനിലെ മറ്റ് പ്രധാന നഗരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇസ്ലാമാബാദിലെ കേന്ദ്ര ഭരണകൂടത്തിന് പ്രാദേശിക രാഷ്ട്രീയത്തെ തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്തുവാൻ ഈ 12 സീറ്റുകൾ ഒരു ഉപകരണമായി മാറുന്നു എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷി ഏതാണോ അവർക്ക് ഈ 12 സീറ്റുകൾ എളുപ്പത്തിൽ പോക്കറ്റിലാക്കാനും അതിലൂടെ പ്രദേശത്തിന്റെ യഥാർത്ഥ ജനവികാരത്തിന് വിപരീതമായി തങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും സാധിക്കുന്നു. അഭയാർത്ഥി സീറ്റുകൾ റദ്ദാക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജനങ്ങൾ നടത്തിയ വൻ മുന്നേറ്റങ്ങളെ അതിക്രൂരമായാണ് പാക് ഭരണകൂടം നേരിട്ടത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലുകളിൽ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. സ്ഥിതിഗതികൾ വഷളായതോടെ ജനകീയ മുന്നേറ്റമായ JAAC-യെ പാകിസ്ഥാൻ ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിക്കുകയും 100 കണക്കിന് ആളുകളെ തടവിലാക്കുകയും ചെയ്തു. എന്നാൽ ഈ അടിച്ചമർത്തലുകൾ ജനങ്ങളിൽ ഇസ്ലാമാബാദിനോടുള്ള അമർഷം ഇരട്ടിയാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുരക്ഷാ ഭീഷണികൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അധികാര മത്സരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പാകിസ്ഥാൻ കേന്ദ്ര സർക്കാരിൽ പങ്കാളികളായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും തമ്മിലാണ് ഇവിടെ പരസ്പരം പ്രധാനമായി ഏറ്റുമുട്ടുന്നത്. ഇസ്ലാമാബാദിൽ ഒന്നിച്ചു ഭരിക്കുമ്പോഴും പാക് അധിനിവേശ കാശ്മീരിൽ അധികാരം പിടിച്ചെടുക്കാൻ ഇരുകൂട്ടരും കടുത്ത തന്ത്രങ്ങളാണ് പയറ്റുന്നത്. അതേസമയം മേഖലയിൽ വലിയ സ്വാധീനമുള്ള മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പിലെ ക്രമക്കേടുകളും വ്യാജ സംവരണ സീറ്റുകൾ വഴി ഫലം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് PTA ഈ തീരുമാനമെടുത്തത്. മുൻ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ പ്രമുഖ പാർട്ടി തന്നെ മാറി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെയും ജനകീയ പങ്കാളിത്തത്തെയും വലിയ ചോദ്യചിഹ്നമാക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ വടംവലിയിൽ തങ്ങളുടെ പ്രാദേശിക പ്രശ്നങ്ങൾ കാണാതെ പോകുന്നുവെന്ന തിരിച്ചറിവ് സാധാരണക്കാരായ ജനങ്ങളിൽ രാഷ്ട്രീയ വിമുഖതയും രോഷവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന നാടകീയമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങളെയും ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ജമ്മു കാശ്മീരും ലഡാക്കും അടങ്ങുന്ന മുഴുവൻ ഭൂപ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യവും അവിച്ഛേദ്യവുമായ ഭാഗമാണെന്ന് ഇന്ത്യയുടെ വ്യക്തമായ ദേശീയ നിലപാടാണ്.
ഈ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്നത് നിയമവിരുദ്ധവും ബലപ്രയോഗത്തിലൂടെയുള്ളതുമായ അധിനിവേശമാണെന്ന് ഡൽഹി നിരന്തരം അന്താരാഷ്ട്ര വേദികളിൽ ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇസ്ലാമാബാദ് ദശാബ്ദങ്ങളായി നടത്തുന്ന ആസൂത്രിത സാമ്പത്തിക ചൂഷണത്തിന്റെയും ഭരണപരമായ അടിച്ചമർത്തലിന്റെയും സ്വാഭാവികമായ പ്രതിഫലനമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ പാക് ഭരണകൂടവും സൈന്യവും അഴിച്ചുവിടുന്ന ക്രൂരമായ അതിക്രമങ്ങളെ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. പ്രാദേശിക വിഭവങ്ങൾ ഊറ്റിയെടുക്കുകയും അതേസമയം അവിടുത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ സ്വാതന്ത്ര്യമോ നിഷേധിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നയം അന്താരാഷ്ട്ര തലത്തിലും വലിയ അപലപനത്തിന് കാരണമായിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണമല്ല, മറിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളെ തോക്കിൻമുനയിൽ നിശബ്ദനാക്കാനുള്ള അധിനിവേശ ശക്തികളുടെ വ്യാജ നാടകമാണ്. പതിനായിരക്കണക്കിന് പോലീസുകാരെയും സൈന്യത്തെയും തെരുവിലിറക്കി ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ പോലും തടഞ്ഞു നിർത്തി നടത്തുന്ന വോട്ടെടുപ്പിന് ജനങ്ങളുടെ പിന്തുണ നേടാനാവില്ല. തങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും അട്ടിമറിക്കുന്ന ഇസ്ലാമാബാദിന്റെ ഭരണകൂട തന്ത്രങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് തന്നെയാണ് നിലവിലെ തെരുവ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. തോക്കുകൾ കൊണ്ടോ അടിച്ചമർത്തലുകൾ കൊണ്ടോ ജനങ്ങളുടെ സ്വാതന്ത്ര്യ വാഞ്ചയെ എന്നേക്കുമായി തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുയരുന്ന ഭയം കൂടാത്ത ജനകീയ ശബ്ദങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.